വ്യാകുലപ്പെടരുത്. ബി നോട്ട് ആങ്ഷ്യസ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേക കുടുംബങ്ങളിൽ ഭാരങ്ങൾ പറഞ്ഞ് വേദനിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു പ്രത്യേക കൃപയുടെ വാക്യമായിട്ടാണ് ദൈവം ഇത് അയക്കാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25 തൊട്ട് 34 വരെയുള്ള വാക്യമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മക്കളെക്കുറിച്ച് അവർക്ക് പഠിക്കാൻ എന്നോട് ചോദിക്കുന്ന പലരും, അയ്യോ മക്കൾക്ക് പഠിക്കാനുള്ള കാശ് കൊടുക്കാനില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പുറത്തൊക്കെ വിട്ട് പഠിപ്പിക്കേണ്ടതുകൊണ്ട് ബാങ്കിൽ കാശ് കെട്ടി വെക്കണം. അതുകൂടാതെ എത്ര സ്കോളർഷിപ്പ് കിട്ടണമെന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ച് കാശ് ആദ്യം ബാങ്കിൽ കാണിക്കണം, പിന്നെ അവരുടെ ചിലവിനുള്ള കാശ് അയച്ചു കൊടുക്കണം. ഒക്കെ ഇവിടെയുള്ള ആളുകൾക്ക് അത് കൺവേർട്ട് ചെയ്ത് ഡോളറിലോട്ടോ അല്ലെങ്കിൽ മറ്റ് കറൻസിയിലോട്ടോ ആക്കുമ്പോഴത്തേക്ക് അത് വലിയൊരു ഭാരമാണ്. എന്നാലും അപ്പനമ്മമാർ വീട് വിറ്റാണേലും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ന്യൂ ട്രെൻഡാണ് നമ്മുടെ കേരളത്തിൽ. എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് കയറ്റണം എന്നുള്ള വിചാരത്തിൽ അങ്ങേയറ്റം ആധിയായിട്ട് നടക്കുന്ന അമ്മയപ്പന്മാരെ എനിക്കറിയാം പേഴ്സണലായിട്ട്. ചില കാര്യങ്ങൾ ഞാനും വിഷമിക്കും. മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കാത്തപ്പം നമുക്ക് ഭാരം വരും. ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യമാണ്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവ് തിരിച്ചിങ്ങോട്ടൊരു ചോദ്യം പറഞ്ഞു. ആകാശത്തിലെ പറവകളെ നോക്ക്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. ഇത് ദൈവം തിരിച്ചിങ്ങോട്ട് പറയുകയാണ്. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളിങ്ങനെ മനസ്സിങ്ങനെ പല ചിന്തകൾ, ഈ വേവ് ആഫ്റ്റർ വേവ്, അതായത് ഈ വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയും. വേലിയേറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓളം തല്ലുന്നത് പോലെ ചിന്തകൾ ഹൃദയത്തിൽ കയറും. ആ ചിന്തയില്ലാത്തവരുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല, ആരും ചിന്തിക്കാത്തവർ. എല്ലാവരും പറയും, എല്ലാവർക്കും അങ്ങനെ ഉണ്ട് ചിന്ത, അറിഞ്ഞോ അറിയാതെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഹാർട്ട് അറ്റാക്ക് വരുന്നത്, പിന്നെ സ്ട്രോക്ക് വരുന്നത്, ബുദ്ധിമന്ദത വരുന്നത്, പിന്നെ ഭ്രാന്ത് വരുന്നത്. ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത വിധത്തിൽ നമ്മുടെ ഭാരമായിട്ട് നമുക്ക് തോന്നിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസുഖം ഉണ്ടാകും. അത് നാച്ചുറലാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെയൊന്നും ഈ ഭാരം എല്ലാം കൂടെ തലയിൽ കയറ്റി വെച്ച് നടക്കാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. വി ആർ നോട്ട് സപ്പോസ് ടു ക്യാരി ദ ബേർഡൻ. പക്ഷേ നമ്മൾ പറവകളെപ്പോലെ പറന്ന് ഉയർന്ന് ഒരു വീട്ടിൽ നമ്മൾ ഒരു വീട്ടിൻ്റെ പടം നമ്മുടെ മുമ്പിലോട്ട് വരികയാണെങ്കിൽ അപ്പനമ്മമാർ ജോലി ചെയ്യും, വല്യപ്പച്ചനും വല്യമ്മച്ചും വീട്ടിൽ കാണും, കൊച്ചുമക്കൾ അതിലെല്ലാം പൂമ്പാറ്റയെ പോലെ കളിച്ച് നടക്കുന്ന ആ ഒരു പിക്ചറാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ അവിടെ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് കുഞ്ഞുങ്ങൾ പഠിച്ചില്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി അമ്മമാർ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അവർക്ക് നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവരെ പേടിപ്പിച്ച് അവർ സൂയിസൈഡ് വരെ ചെയ്യുന്ന ഒരു കാലം. എന്താണ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് തന്നെ അറിഞ്ഞേണ്ട. അങ്ങനെയുള്ളപ്പം ദൈവം തിരിച്ചിങ്ങോട്ട് പറയുകയാണ്, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവയല്ലയോ. ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും. ഇപ്പം എനിക്ക് എൻ്റെ തന്നെ അനുഭവം, ഞാൻ കുഞ്ഞുങ്ങളോട് പറയും, ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ദൈവം തൻ്റെ മക്കൾക്ക് ഉറക്കത്തിൽ പോലും കൊടുക്കും എന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പം, അത് മമ്മിക്ക് അങ്ങനെ പറയാം, മമ്മി ഇങ്ങനത്തെ ഉപദേശമൊന്നും ആരോടും പറയണ്ടെന്ന് പറയും. എന്താണ്, ദേ റിയലി തിങ്ക് അവർ വർക്ക് ചെയ്ത് അവർ പ്രൂവ് ചെയ്ത് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കിയെന്ന് അവർക്ക് കേൾപ്പിക്കണം. അതിൻ്റെ ധൃതിയിൽ അവരെല്ലാം മറന്നോടുക. ബട്ട് യു ആർ ലൂസിങ് എവ്രിതിങ് ഇൻ ദ പ്രോസസ്. നമ്മുടെ സ്വഭാവം മാറുന്നു, ശാന്തത മാറിയിട്ട് നമ്മൾ എപ്പോഴും ജിറ്ററിയാകുന്നു. ഒരു ചോദ്യം ചോദിച്ചാൽ ഇവർക്ക് ആർക്കും ഉത്തരം പറയാൻ നേരമില്ല. അവർ വിചാരിക്കുന്നത് അവർ നമ്മളെക്കാട്ടി ബുദ്ധിയുള്ളവരാണെന്ന്. നമ്മുടെ കാലയളവിൽ നമ്മൾ അങ്ങേയറ്റം പഠിച്ച് അങ്ങേയറ്റം ഉയർന്ന പദവിയിലിരുന്നിട്ട് നമ്മൾ ഇപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുന്ന സമയത്ത് അവരുടെ വിചാരം അവർ നമ്മളെക്കാട്ടി വലിയ ഇൻ്റലിജൻ്റ് ആണെന്ന്. എന്ത് ഇൻ്റലിജൻസ്, എവിടെയോട്ടാണ് പോകുന്നതെന്ന് അവർക്കറിയത്തില്ല. നമ്മൾ വിട്ടുകൊടുക്കും. എവിടെയാണ് ദൈവത്തെ തോൽപ്പിക്കുന്നതെന്ന് നമുക്കറിയാമോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു,
ലോർഡ് നമ്മൾ എവിടെയാണ് നിന്നെ തോൽപ്പിക്കുന്നതെന്ന് കർത്താവിനോട് തന്നെ ഞാൻ ചോദിച്ചു. എനിക്കറിയാം ദൈവത്തിൻ്റെ അമിതമായ സ്നേഹത്തിൻ്റെ മുൻപിൽ നമ്മൾ, ദൈവം സ്നേഹിക്കുന്ന മക്കൾ, അവന് വിപരീതമായിട്ട് അവൻ പറയുന്നത് കേൾക്കാതെ നടക്കുമ്പോൾ ഹീസ് ഗ്രീവിങ് ഇൻസൈഡ്. അവൻ്റെ ഹൃദയം വേദനിക്കുകയാണ്. ബിക്കോസ് ഈ സ്വർഗ കലവറ തുറന്ന് തരാൻ വേണ്ടി ദൈവം റെഡിയാണ്. പക്ഷെ അതിന് കണ്ടീഷൻസ് ഉണ്ട്. നിനക്ക് പക്വതയായിട്ടില്ലെങ്കിൽ ആ കാശ് തന്നിട്ട് ഒരു പ്രയോജനമില്ല, ആ ജോലി തന്നിട്ട് പ്രയോജനമില്ല. പലരും ധൃതി പിടിച്ച് ഇത് വേണം. ഇത് ലൈക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പോയ കൊച്ചെന്നോട് 2 പ്രാവശ്യം പ്രാർത്ഥിക്കാം, ആൻറ്റി ഡ്രൈവിംഗ് ടെസ്റ്റാണ്, പ്രാർത്ഥിച്ചോണേന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം. 2 പ്രാവശ്യവും തോറ്റു. അപ്പം ഞാൻ മൂന്നാമത് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ചോദിച്ചു, നീ ഡ്രൈവിംഗ് പഠിച്ചിട്ടാണോ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നത്, അതോ ചുമ്മാ വെറുതെ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുകയാണോ? പഠിക്കാതെ നീ പോയി ജയിച്ചാൽ എന്ത് ഗുണം? ലെറ്റ് us see that. അപ്പം ദൈവം നമ്മളോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. നീ റെഡിയായിട്ടിരിക്കുക. എന്നിൽ നിന്ന് വാങ്ങിക്കത്തക്കവണ്ണം എന്നോടടുത്ത് വന്ന് എന്നോട് ചോദിപ്പീൻ. വെളിപ്പാടിനകത്ത് എഴുതിയിട്ടില്ലേ, വില കൂടാതെ എന്നിൽ നിന്ന് സാവേ, അതായത് എന്നിൽ നിന്ന് ലേപനം വാങ്ങിച്ചെഴുതുക. അവരുടെ വില കൊടുത്ത് വാങ്ങിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മളോട് ദൈവം പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കിയിട്ട് ദൈവം ആകാശത്തിലെ പറവകൾക്ക് വേണ്ടി വേണ്ടതെല്ലാം കൊടുക്കുന്നു. അവയ്ക്ക് വിതയ്ക്കുന്നില്ല, അവർ കൊയ്യുന്നില്ല, കളപ്പുരയെ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവരെ പുലർത്തുന്നു എങ്കിൽ നമ്മളെയും നമ്മുടെ തലമുറകളെയും അവൻ നോക്കുന്നുണ്ട്. നോട്ട് ചെയ്തിട്ടുണ്ട്, വേദപുസ്തകത്തിൽ വൻകാര്യങ്ങൾ ചെയ്തിട്ടുള്ള വലിയ പ്രവാചകന്മാർ, അവർ ലൈക്ക് മോസസ്, പിന്നെ ദാനിയേൽ, സമൂവേൽ, ശദ്രക് മേശക് അബേദ്നെഗോ, ഏലിയാബ്, ഇവരുടെ ആരുടെ അമ്മയുടെ കാര്യമൊന്നും എഴുതി വെച്ചിട്ടില്ല. അവർക്കൊക്കെ പലപ്പോഴും ഇവരെയൊക്കെ പ്രവാസികളായിട്ട് കൊണ്ടുപോയിരിക്കുക. ഹൂ ലുക്ക്ഡ് ആഫ്റ്റർ ദം, ഹൂ ബ്രോട്ട് ദം അപ്പ്. അപ്പം ദൈവം നമ്മളീ വിചാരിക്കുന്ന പോലെ നമ്മുടെ ദൈവം വലിയവനായ ദൈവമെന്ന് അവൻ കരുതുന്നു എന്നുള്ള ബോധമില്ലാതെ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ട് നമ്മളൊരു ദൈവത്തെ ഉണ്ടാക്കി വെക്കുന്നതിന് പകരം ദൈവം പറയുന്നത് വിശ്വസിക്കാനുള്ള വിനയമുണ്ടെങ്കിൽ ഈ വചനം അനേകർക്ക് പ്രയോജനമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിചാരപ്പെടുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? അങ്ങനെ നിങ്ങളോട് ദൈവം ചോദിക്കുന്നു, ഈ ആകാശത്തിലെ പറവയേക്കാൾ നിങ്ങളും നിങ്ങളുടെ മക്കളും എനിക്ക് വിലപ്പെട്ടതല്ലേ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് 1 മുഴം നീട്ടുവാൻ അല്ലെ കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരല്പമെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കുമോ? ഒക്കത്തില്ലെന്ന് മാറ്റാവുന്ന സ്റ്റേജ് വരുമ്പോൾ വി ആർ സറണ്ടറിങ് അവർ സെൽസ്. ഉടുപ്പിനെക്കുറിച്ച് വിചാരിക്കുന്നത് എന്ത്? വയലിലെ താമര അങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ വയലിലെ താമരയ്ക്ക് പോലും കൊടുത്ത സൗന്ദര്യം ശലോമോൻ തൻ്റെ വലിയ മഹത്വത്തോടെ വിചാരിച്ചിട്ട് അവൻ്റെ സർവ്വമഹത്വത്തിലും അത്രയുള്ള ഭംഗിയുള്ള ഒന്നിനെ ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്ന്. നമ്മൾ എത്രയോ ചെറുതായിട്ടാണ് നമ്മുടെ ദൈവത്തെ കാണുന്നത്. ഇന്നുള്ളത് നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിലെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നുമെന്ന് കുടിക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലെന്ന്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവ് ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. അപ്പോൾ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടത് തരുമെന്ന് കർത്താവ് ഒരാളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കർത്താവിനോട് ഞാനത് ചെയ്തു എന്നല്ല എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്യും. അപ്പം ഞാനത് സ്വീകരിച്ചു. 1-2 ദിവസം ഞാനത് സ്വീകരിച്ചു. കർത്താവ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ചെറുതൊന്നും. 3-ാം ദിവസം പിന്നെ ചെയ്യുമോ? കർത്താവ് നടന്നില്ലല്ലോ, കർത്താവിന് എപ്പോഴാണ് ചെയ്യാം? അപ്പോഴത്തേക്ക് നമുക്ക് ആദിയായി. 2 ദിവസം മുമ്പ് കർത്താവ് പറഞ്ഞ് ചെയ്തു എന്ന്. പിന്നെ എൻ്റെ ജോലി ദൈവം അത് ചെയ്തു, അതിനാൽ സ്തോത്രം, അത് ചെയ്തു. ഇത് ഞാൻ ആ പറയേണ്ട ആളിനോടും പറഞ്ഞ് അവരോട് സ്തുതിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം പിന്നെ നമ്മൾ 2 ദിവസം കഴിയുമ്പം കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഭയത്തിലോട്ട് അല്ലെങ്കിൽ സംശയത്തിലേക്ക് പോകുന്നു എങ്കിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തെ മാറ്റാൻ ഒക്കത്തില്ല. ബിക്കോസ് ഹിസ് ക്യാരക്ടർ ഈസ് അൺചേഞ്ചബിൾ. അവൻ്റെ സ്വഭാവത്തിനെ മാറ്റിയിട്ട് ഇപ്പം നമ്മൾ ഈ ചിലരെ കണ്ടിട്ടുണ്ട്, ദാനധർമ്മം ചെയ്യുന്നവർ. ഒത്തിരി കാണുന്നതൊക്കെ എടുത്തു കൊടുക്കും. എനിക്കങ്ങനെ ചില കാര്യങ്ങളെല്ലാം എടുത്തു കൊടുക്കും.
അത് കൊടുക്കരുതെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കും. അവരെന്നെ ഉപദ്രവിച്ചാലും പിന്നെയും കൊടുക്കും. കാരണം എന്താ? അത് എൻ്റെ സ്വഭാവമല്ല, അവരുടെ സ്വഭാവമല്ല. അപ്പം ഞാൻ മനസ്സിലാക്കി, ദൈവം ഇതുപോലല്ലേ. ദൈവത്തിൻ്റെ നല്ല സ്വഭാവം നമുക്ക് മാറ്റാനൊക്കത്തില്ല. അവൻ തന്നുകൊണ്ടേയിരിക്കും, നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ്റെ സ്വഭാവം നമ്മളെ അനുഗ്രഹിക്കുക. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. നാളത്തെ ദിവസം അതിനായി വിചാരപ്പെടുമല്ലോ. അന്നന്ന് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഈ ഓരോ ദിവസത്തേക്കുള്ള ഭാരം മാത്രം ചുമക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. 10 വർഷം മുമ്പുള്ള ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നവരുണ്ട്. വിവാഹം കഴിച്ച ദിവസം തൊട്ട് ഇന്ന് വരെയുള്ളത് ഒരു പ്രയാസം വരും വിളിച്ചു പറയുന്നവരുണ്ട്. പണ്ടെങ്ങാണ്ട് മണ്ടത്തരം കാണിച്ച് ബലഹീനത വന്ന ഭാര്യ ഭർത്താക്കന്മാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ മറക്കണം. മറന്നിട്ട് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് കർത്താവ് ഫിലിപ്പിയർ പറയുന്നുണ്ട്, സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. പിന്നെ ഒന്ന് ഞാൻ ചിലപ്പോൾ എനിക്ക് ആത്മാവ് ചിന്തിക്കും, കുറച്ച് സന്തോഷമുള്ള ആളുകൾ കൂട്ടുകാരാക്കി മാറ്റണം. എന്നും പരാതി. ഞാൻ ഈ ടെലിഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പം പറയും, എല്ലാവർക്കും കേൾക്കാൻ കൊണ്ട് കൂടെ പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഈ കംപ്ലൈൻറ്റ് മാത്രം, അയ്യോ സങ്കടമാണെന്ന് എനിക്ക് ടെലിഫോൺ വിളിച്ച് പറഞ്ഞതിന് മുമ്പ്, ആൻറ്റി അന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് പ്രയോജനമായിരുന്നു, അതുകൊണ്ടാണ് രണ്ടാമത് വിളിക്കുന്നതെന്നൊന്ന് പറഞ്ഞേച്ചാ ചെയ്യുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ അനുഗ്രഹമായിരിക്കും. ബിക്കോസ് ഇറ്റ് ടേക്കിംഗ് ഓവർ അതേഴ്സ് പ്രോബ്ലം ഈസ് നോട്ട് ഈസി. അതുകൊണ്ട് നന്മ പറയുമ്പോൾ നന്മ ചെയ്യുമ്പോഴും ദൈവം ചെയ്ത നന്മകൾ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലോട്ട് കയറുക. അതുകൊണ്ട് ഫിലിപ്പിയർ 4:5-6 പറഞ്ഞത്, സന്തോഷിപ്പിൻ, എപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടും സ്തുതിയോടും തന്നെ പറയണമെന്നാണ് പറഞ്ഞ്. കരഞ്ഞുകൊണ്ടും വെപ്രാളപ്പെട്ടും പറഞ്ഞത് ഒരു കാലം, ആദ്യത്തെ ലെവൽ അതിൽ നിന്ന് മാറട്ടെ. നമ്മളെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. അനുഗ്രഹിച്ചിരിക്കുക. കർത്താവിന് വയലിലെ താമര നോക്ക്, ആകാശത്തിലെ പറവുകളെ നോക്ക്. അവർക്കൊക്കെ വേണ്ടി എത്ര ഭംഗിയായിട്ട് ഞാൻ കരുതുന്നെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ കരുതത്തില്ലേ? പക്ഷേ ഈ ഒരു വാക്യം കിട്ടുമ്പോഴുണ്ടല്ലോ, ഈ ജഡവും നമ്മുടെ ആത്മാവും കൊണ്ടുള്ള കാഴ്ചയുടെ അന്തരം അതും ജഡത്തിനെ വെട്ടിമാറ്റി കഴിയുമ്പോൾ ആത്മാവിൻ്റെ ആ നിറവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് കയറി വരാൻ ദൈവം ഇന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. എത്രയോ പേര് അവരവരുടെ കഴിവിൽ എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് ഓടി നടന്ന്, ഈ അസുഖമൊക്കെ ഉള്ളവരൊക്കെ മനുഷ്യൻ്റെ കാശ് കയ്യിലിരിക്കുന്ന മുഴുവൻ തീരുന്നിടം വരെ അവർ ആശുപത്രിയെ ആശ്രയിക്കും, ഡോക്ടറിനെ ആശ്രയിക്കും, മറ്റു തരത്തിലുള്ള ചികിത്സകളെ ആശ്രയിക്കും. എല്ലാം കഴിഞ്ഞ് ഒരു നിവൃത്തി ഇല്ലാതാകുമ്പോൾ അവർ പ്രാർത്ഥനയ്ക്കും എന്നും പറഞ്ഞിറങ്ങി വരും. അപ്പോഴാണ് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് ഒരു നിവൃത്തി ഇല്ലാതെ കഴിയുന്നിടത്ത് പരിശുദ്ധാത്മാ ഇറങ്ങി വന്ന് സഹായിക്കുന്നത് കാണാം. എന്നാൽ ആദ്യമേ ദൈവത്തെ ആശ്രയിക്കാനുള്ള ഹൃദയം ഞങ്ങൾക്കുണ്ടാകാത്തത് ഞങ്ങളിലുള്ള ജഡമാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഈ ജഡശക്തി എടുത്ത് ദൂരെ കളഞ്ഞ് ആത്മശക്തിയിലേക്ക് നിറയ്ക്കാൻ നിനക്ക് കഴിയും. ഞങ്ങളുടെ തലമുറകളെക്കുറിച്ചുള്ള അമിതമായ ചിന്തകൾ നിൻ്റെ സ്നേഹത്തെ അറിയാത്തത് കൊണ്ട് തന്നെയാണ്. അത് ഞങ്ങളെ കൺഫ്യസ് ചെയ്ത് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്ന കർത്താവേ. അതുകൊണ്ട് നിൻ്റെ ദിവ്യ സ്നേഹത്തിലേക്ക് കടന്നു വന്നിട്ട് തലമുറകളെ നിന്നിലേക്ക് തിരിച്ചേൽപ്പിച്ചിട്ട് നാഥാ ദൈവം തമ്പുരാൻ അവരെ നോക്കുമെന്ന് പറഞ്ഞ് നിന്നെ സ്തുതിക്കാനുള്ള സമയമാക്കി മാറ്റണം. ആർക്കും ഒന്നിനും നേരമില്ല, എല്ലാവരും ഓടി നടക്കുകയാണ്. അവനവൻ്റെ കഴിവ് കൊണ്ട് ചെയ്യാൻ വിചാരിച്ച ഒന്നിനും പൂർത്തീകരണം വരുത്തുമില്ല. എന്നാൽ ആദ്യമേ നീ പറയുന്ന മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും. അതെങ്ങനെയാണ്? എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂർ നിനക്ക് വേണ്ടി ദൈവ കാര്യത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കാൻ, എൻ്റെ കണ്ണുകൾ നിന്നിലേക്ക് മാത്രം നോക്കുവാൻ, ഞാൻ എന്ത് ചെയ്താലും നിന്നോട് ചോദിച്ച് ചെയ്യുവാനുള്ള കൃപ കിട്ടുന്ന നീ നമ്മളുമായിട്ടുള്ള ബന്ധം, കുടുംബമായിട്ടുള്ള ബന്ധം ഇന്ന് ഉറപ്പിച്ച് തരണം. അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. തലമുറകളുടെ മേലെ അപ്പച്ചൻ്റെ ശാശ്വത ഭുജം വെച്ച് അനുഗ്രഹിച്ചിരിക്കുന്നതിന് സ്തോത്രം. എന്നെക്കാട്ടി കൂടുതൽ അവിടുന്ന് അവരെക്കുറിച്ച് കരുതുന്നു എന്നുള്ള വിശ്വാസം ഞാൻ കിട്ടു തന്നിരിക്കുന്നതിന് സ്തോത്രം. ഇതുവരെ ആവലാതിയായിട്ട് പറഞ്ഞതെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് സ്തോത്രത്തോടും സ്തുതിപ്പോടും കൂടെ നിൻ്റെ അരികിലേക്ക് വരാൻ കുറച്ചും കൂടെ സ്തോത്രം പറയുന്നവരായി മാറട്ടെ അപ്പച്ച, സ്തുതി പറയുന്നവരായി മാറട്ടെ, നന്ദി പറയുന്നവരായി മാറട്ടെ അപ്പച്ച. അങ്ങനെ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ, ആമേൻ.